2027 ഏകദിന ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിലെയും സിംബാബ്വേയിലെയും നമീബിയയിലെയും ബൗൺസ് നിറഞ്ഞ പേസ് പിച്ചുകളിൽ ലോക കിരീടത്തിനായി ഇന്ത്യ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. 2011 ശേഷം കൈവിട്ടുപോയ ആ ലോകകപ്പ് ട്രോഫി തിരികെ പിടിക്കാൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബുംറയും അടങ്ങുന്ന വമ്പൻ പട തയ്യാറാണ്. പക്ഷേ ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ആ ഒരൊറ്റ പൊസിഷനാണ്: വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. പ്രധാന കീപ്പറായി KL രാഹുലും ബാക്കപ്പായി ഇഷാൻ കിഷനും ടീം മാനേജ്മെന്റിന്റെ മനസ്സിലുണ്ടെങ്കിലും ക്രിക്കറ്റ് ലോകം ഉറക്കെ ചോദിക്കുന്നു, ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ ഇഷാൻ കിഷനേക്കാളും രാഹുലിനേക്കാളും ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യൻ സഞ്ജു സാംസൺ അല്ലേ? എന്തുകൊണ്ടാണ് സഞ്ജു ഈ സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനാകുന്നത്? വമ്പൻ വസ്തുതകളോടെ നമ്മൾ വിശകലനം ചെയ്യുന്നു. 2011 ശേഷം ഒരു ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവരടങ്ങുന്ന പരിചയസമ്പന്നരായ ബാറ്റിംഗ് നിരയും ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരുടെ പേസ് ആക്രമണവും ഇന്ത്യയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നുണ്ട്. എന്നാൽ കീപ്പർ റോളിൽ നിലവിൽ ഋഷഭ് പന്തിന്റെ മോശം ഫോമും പരിക്കുകളും കാരണം ഇഷാൻ കിഷനെ ബാക്കപ്പ് കീപ്പറാക്കാനാണ് മാനേജ്മെന്റ് നീക്കം. രാഹുൽ 1-ാം നമ്പർ കീപ്പറാകുമ്പോൾ ഇഷാൻ ബാക്കപ്പ്. പക്ഷേ ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം ശരിയായ തീരുമാനമാണ്? ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന പേര് വീണ്ടും ചർച്ചയാകുന്നത്. സഞ്ജു എന്തുകൊണ്ട് ഇഷാനേക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ കാരണം ബാറ്റിംഗ് മികവാണ്. ഇഷാൻ കിഷൻ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ 42.57 ശരാശരിയുള്ള മികച്ച കളിക്കാരനാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇഷാന്റെ സെഞ്ചുറികളും മികച്ച പ്രകടനങ്ങളും പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഫ്ലാറ്റ് പിച്ചുകളിലാണ്. സേനാ രാജ്യങ്ങളിൽ ഇതുവരെ ഒരു സെഞ്ചുറി പോലും നേടാൻ ഇഷാന് സാധിച്ചിട്ടില്ല. എന്നാൽ 2027 ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അതിവേഗ ബൗൺസറുകളും പേസും നിറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ ഏകദിന സെഞ്ചുറി നേടിയ അനുഭവ സമ്പത്ത് സഞ്ജു സാംസൺ ഉണ്ട്. വേഗതയേറിയ പേസർമാരെ വളരെ അനായാസം നേരിടാനും ഫുൾ ഷോട്ടുകൾ കളിക്കാനും സഞ്ജുവിനുള്ള കഴിവ് ഇഷാനേക്കാൾ ഒരുപടി മുകളിലാണ്. അതുമാത്രമല്ല, സ്പിന്നർമാർക്കെതിരെ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിക്കറ്റ് കീപ്പിംഗ് തന്നെയാണ്. ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ പന്തിന്റെ ബൗൺസ് പ്രവചനാതീതമായിരിക്കും. അവിടെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് കീപ്പിംഗ് ഫോം ഇന്ത്യക്ക് ഭീഷണിയായേക്കാം. അടുത്തിടെ സമാപിച്ച സിംബാബ്വെ പരമ്പരയിലടക്കം നിരവധി എളുപ്പമുള്ള ക്യാച്ചുകളാണ് ഇഷാൻ കൈവിട്ടുകളഞ്ഞത്. ഇഷാന്റെ ഉയരക്കുറവും ബൗൺസ് പിച്ചുകളിൽ വിക്കറ്റ് കീപ്പിംഗിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇവിടെയാണ് സഞ്ജു സാംസണിന്റെ വിക്കറ്റ് കീപ്പിംഗ് മിടുക്ക് വേറിട്ടു നിൽക്കുന്നത്. ഡൈവിംഗ് ക്യാച്ചുകൾ എടുക്കാനും അവിശ്വസനീയമായ വേഗതയിൽ സ്റ്റംപിംഗ് നടത്താനും സഞ്ജുവിന് പ്രത്യേക മികവുണ്ട്. KL രാഹുലിനേക്കാളും ഇഷാനേക്കാളും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഔട്ട്ഫീൽഡർ എന്ന നിലയിലും സഞ്ജു ഏറെ മുന്നിലാണ്. ദക്ഷിണാഫ്രിക്ക പോലെ പെട്ടെന്ന് മത്സരത്തിന്റെ ഗതി മാറുന്ന പിച്ചുകളിൽ ഒരു റണ്ണൌട്ടോ ക്യാച്ചോ പോലും നിർണായകമാണ്. മൂന്നാമത്തെ കാര്യം ബാറ്റിംഗ് ഓർഡറിലെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രധാന കീപ്പറായ KL രാഹുലിന് പരിക്കേൽക്കുകയോ പുറത്തിരിക്കേണ്ടി വരികയോ ചെയ്താൽ ഇഷാൻ കിഷൻ മധ്യനിരയിൽ ഇറങ്ങേണ്ടി വരും. എന്നാൽ ഇഷാൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത് ടോപ്പ് ഓർഡറിലാണ്, ഓപ്പണർ അല്ലെങ്കിൽ നമ്പർ 3. മധ്യനിരയിലേക്ക് എത്തുമ്പോൾ ഇഷാന്റെ പ്രകടനം താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സഞ്ജു സാംസൺ അങ്ങനെയല്ല. സഞ്ജുവിനെ ടീമിന്റെ ആവശ്യാനുസരണം ടോപ്പ് ഓർഡറിലോ നമ്പർ 4, 5, 6 പൊസിഷനുകളിലോ ഒരുപോലെ കളിപ്പിക്കാം. ഏത് പൊസിഷനിലും ഒരേ ആക്രമണ ശൈലിയിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കും. മധ്യനിരയിലെ സ്പിന്നർമാരെ ആക്രമിച്ചു കളിക്കാനും പേസർമാർക്കെതിരെ ഫിനിഷിംഗ് റോൾ ഏറ്റെടുക്കാനും സഞ്ജു സാംസണ് സാധിക്കും. ചുരുക്കത്തിൽ ബാറ്റിംഗ് മികവ് കൊണ്ടും വിക്കറ്റ് കീപ്പിംഗ് റോളിലെ മികവ് കൊണ്ടും ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിലെ പരിചയസമ്പത്ത് കൊണ്ടും 2027 ലോകകപ്പിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാകാൻ ഇഷാൻ കിഷനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ സഞ്ജു സാംസൺ തന്നെയാണ്. പക്ഷേ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം BCCIയുടെ 2027 ലോകകപ്പ് പദ്ധതികളിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി വരുന്ന പരമ്പരകളിലെ പ്രകടനങ്ങൾ കണ്ട് മാനേജ്മെന്റ് തീരുമാനം മാറ്റുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യയുടെ 2027 ഏകദിന ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജു സാംസണെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇഷാൻ കിഷനാണോ സഞ്ജു ആണോ നിങ്ങളുടെ ചോയ്സ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ വമ്പൻ വിശേഷങ്ങൾക്കായി സ്പോർട്സ് ബീറ്റ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.